വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് SDPI ചിഹ്നത്തിലാണെന്ന് UDF സ്ഥാനാർത്ഥി KM ഷാജി മീഡിയ വണ്ണിനോട് പറഞ്ഞു. വേങ്ങരയിൽ SDPIയുടെ ചിഹ്നവും സ്ഥാനാർത്ഥിയെയും LDF എടുത്തു. താൻ നേരിട്ട് ഒരു SDPIക്കാരനോടാണ് മത്സരിക്കുന്നത്. വോട്ട് കിട്ടാൻ എന്ത് വൃത്തികെട്ട രാഷ്ട്രീയവും ഉപയോഗിക്കുന്ന കമ്മ്യൂണിസമാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തതെന്നും KM ഷാജി പറഞ്ഞു. ഇവിടെ സ്ഥാനാർത്ഥി SDPIയുടെ ചിഹ്നത്തിലല്ലേ മത്സരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും SDPIയുടെ ചിഹ്നം കത്രികയാണ്. ഇവിടെയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിന്റെ ചിഹ്നം എങ്ങനെ കത്രികയായത്? ഇടതുപക്ഷക്കാരൻ ഒരു SDPIക്കാരൻ എടുത്തു, സ്ഥാനാർത്ഥിയാക്കി. SDPIക്കാരൻ SDPIയുടെ ചിഹ്നമായിട്ട് വന്ന് മത്സരിച്ചു. MAVBക്ക് എന്താ പറയാനുള്ളത്? പിണറായി വിജയൻ എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലേ, വൃത്തികെട്ട രാഷ്ട്രീയം. വോട്ട് കിട്ടാൻ എന്ത് തറവേലയും ഉപയോഗിക്കുന്ന പിണറായി വിജയൻ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മ്യൂണിസം ഉണ്ട് ഇവിടെ. ഞാൻ BSN ഒന്നും ആ തരത്തിൽ പറയുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു കമ്മ്യൂണിസം ഉണ്ട്. ആ കമ്മ്യൂണിസത്തിന്റെ അനന്തരഫലങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എനിക്ക് നേരിട്ടൊരു SDPക്കാരോട് മത്സരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷം. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നു നമ്മോടൊപ്പം. ജംഷീർ, എന്താണ് യഥാർത്ഥത്തിൽ KM ഷാജി പറയുന്നതിന്റെ വസ്തുത? അതായത് ഞാൻ ചോദിക്കുന്നത്, മലപ്പുറം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ SDPI കത്രിക ചിഹ്നത്തിൽ തന്നെയാണോ മത്സരിക്കുന്നത്? അതേ ചിഹ്നം തന്നെയാണോ വേങ്ങരയിൽ LDF സ്ഥാനാർത്ഥിയുടേത്? തീർച്ചയായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് ആരോപണത്തിൽ ഈ KM ഷാജി ഉന്നയിക്കുന്നതും. അതാണ് വസ്തുത. എന്ന് വെച്ചാൽ 8 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ മലപ്പുറത്ത് SDPI മത്സരിക്കുന്നത്. ഈ 8 സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം കത്രികയാണ്. അതേ ചിഹ്നം എങ്ങനെ ഈ വേങ്ങരയിലെ LDF സ്ഥാനാർത്ഥിക്ക് വന്നു എന്നുള്ളതാണ് KM ഷാജി പ്രധാനമായും ചോദിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ SDPI CPM ഡീലിലെ 2 മണ്ഡലങ്ങൾ മലപ്പുറത്തായിരുന്നു. ഒന്ന് മങ്കടയും മറ്റൊന്ന് വേങ്ങരയും. അതിൽ മങ്കടയിൽ നേരത്തെ SDPI സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ കുന്നത്ത് മുഹമ്മദ്, ലീഗിൽ നിന്ന് വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയായി LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുന്നത്ത് മുഹമ്മദ് വന്നതോടുകൂടി അവിടെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. സ്വാഭാവികമായും അവിടെ ഈ കുന്നത്ത് മുഹമ്മദിനെ LDF പിന്തുണക്കുന്നു, കുന്നത്ത് മുഹമ്മദിനെ പിന്തുണ നൽകുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും പ്രാദേശിക നേതൃത്വം അങ്ങനെ തന്നെയാണ് പറയുന്നത്, അവർക്ക് പിന്തുണ നൽകും എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്നാണ് വേങ്ങര മണ്ഡലത്തിലും നേരത്തെ കഴിഞ്ഞ തവണ SDPI പിന്തുണയോടെ മത്സരിച്ച സഭാ കുണ്ടുപുഴയ്ക്കൽ ഇത്തവണ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. LDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നേരത്തെ തന്നെ LDF അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ വോട്ട്, SDPIയുടെ വോട്ട് സഭാഹിന് നൽകാൻ എന്ന ആരോപണം നേരത്തെ തന്നെ UDF ഉന്നയിച്ചിരുന്നു. ആ ഒരു കാര്യം അത് കൂടുതൽ ശക്തമാക്കുകയാണ് ഇപ്പോൾ UDF ചെയ്യുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിശദീകരണം CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ജില്ലയിൽ വാർത്താസമ്മേളനം നടത്തിയ സമയത്ത് നമ്മൾ അത് കൃത്യമായി മങ്കടയും വേങ്ങരയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ, പിന്തുണ എങ്ങനെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായി ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തുടരെ ഈ ചോദ്യം വന്നതോടുകൂടി അദ്ദേഹം പിന്നീട് പ്രകോപിതനായതും പിന്നീട് വാർത്താസമ്മേളനത്തിൽ നിന്ന് പോകുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായതൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ഒരു വ്യക്തത ഇതിനകത്തില്ല. SDPIയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്ന തരത്തിൽ ഒരു മൗന സമ്മതം തന്നെയാണ്. അല്ലെങ്കിൽ അത് തള്ളി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ SDPIയുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിരുന്ന സംസ്ഥാന നേതൃത്വം ഇത്തവണ അങ്ങനെ പറയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് UDFും അതോടൊപ്പം തന്നെ വേങ്ങരയിൽ KM ഷാജിയൊക്കെ ഈ ഒരു ആരോപണം കൂടുതൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ SDPIയുടെ പിന്തുണയോടെ മത്സരിച്ച അതേ സ്ഥാനാർത്ഥിയെ, ആ SDPI സ്ഥാനാർത്ഥിയെ ഇത്തവണ LDF പിക്ക് ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിയെയും ചിഹ്നത്തെയും അടക്കം LDF എടുത്തിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നതെന്നുള്ള ആരോപണം ഇപ്പോൾ കടുപ്പിക്കുകയാണ് UDFും. അതോടൊപ്പം തന്നെ അദ്ദേഹം SDPIയുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. LDF പിന്തുണക്കുന്നുണ്ടെങ്കിൽ പോലും SDPIയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് താൻ ഇത്തവണ വേങ്ങരയിൽ SDPIയുടെ സ്ഥാനാർത്ഥിയോടാണ് മത്സരിക്കുന്നതെന്ന് കൂടി KM ഷാജി പറഞ്ഞു വെക്കുകയാണ്. ജംഷീർ, അപ്പോൾ സംഭവിക്കുന്നത്, അതായത് വേങ്ങരയിൽ കുറഞ്ഞ പക്ഷം ഇതൊരു മുസ്ലിം രാഷ്ട്രീയത്തിനിടയിലുള്ള ഒരു ഫൈറ്റായി മാറുകയാണ് എന്ന് പറയാമല്ലോ. കാരണം അവിടെ LDF ഇല്ല യഥാർത്ഥത്തിൽ. SDPIയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിഹ്നം ഉൾപ്പെടെ അവരുടേതാണ്.
LDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഷാജി ആണെങ്കിൽ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നത് CPM-നോടല്ല SDPI-യോടാണ് എന്ന് വരുന്നു. അതായത് CPM എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി അവിടെ മത്സരരംഗത്തില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലായി മാറിയിട്ടുണ്ടോ വേങ്ങരയിലെ മത്സരം? തീർച്ചയായിട്ടും അത് വേങ്ങരയിൽ രണ്ട് തരത്തിൽ അതിനെ കാണാം. ഒന്ന്, KM ഷാജി സംസ്ഥാന രാഷ്ട്രീയവും മറ്റുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വേങ്ങരയിൽ പ്രാദേശികം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വേങ്ങരക്കാരനാണ്, വേങ്ങരയിലേക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ SDPI മുസ്ലിം UDF എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. LDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും പോലും SDPIക്ക് അത്യാവശ്യം വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. നേരത്തെ തന്നെ സഭാ കുണ്ടുപുഴയ്ക്കൽ അവിടെ LDF സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ അവിടെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. സ്വാഭാവികമായും SDPI നേരത്തെ തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു എന്നുള്ള ആരോപണങ്ങൾ വരുന്നു. ഒരു പക്ഷേ ഞാൻ ജംഷീർ